പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന മാരാണത്ത് യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. നാം ധ്യാനിച്ചു പോരുന്ന വചനങ്ങൾ, ചിന്തകൾ ദൈവ സ്വഭാവം എന്താണെന്ന് കാണിക്കുവാനായി യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു എന്നുള്ള ഭാഗമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയും 10-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം ഒക്കെ വായിച്ചാണ് നമ്മൾ ആരംഭിച്ചത്. യേശു ചെയ്യുന്ന പ്രവൃത്തികൾ പിതാവിൻ്റെ സ്വഭാവത്തിൽ നിന്നാണ് ചെയ്യുന്നതെന്ന് നമ്മൾ വായിച്ചു കേട്ടു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയതെന്ന് നമ്മൾ കേട്ടു. മറ്റൊരു ദൈവസങ്കല്പത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. ദൈവത്തിൻ്റെ ജനത്തെ നയിക്കാൻ വന്ന അഹരോൻ ദൈവത്തെ വേണ്ടുവണ്ണം അറിയാതെ സ്വർണത്തിൽ നിന്ന് വിഗ്രഹത്തെ വാർത്തെടുത്തു, കാളക്കുട്ടിയെ വാർത്തെടുത്തു. അതാണ് ദൈവമെന്നും ദേവനെന്നും പറഞ്ഞ് ആരാധിച്ചു എന്നൊക്കെ നമ്മൾ വായിച്ചു. അവരുടെ മേൽ ദൈവത്തിൻ്റെ കോപം ആളിക്കത്തി എന്ന് നമ്മൾ കേട്ടു. പിന്നെ നമ്മൾ വായിച്ചു കേട്ടു, ദൈവത്തെ ഒരു നാളും ഒരിക്കലും ഒരുവനും കണ്ടിട്ടില്ല, എന്നാൽ സ്വർഗത്തിൽ നിന്ന് വന്ന പുത്രൻ തമ്പുരാൻ മാത്രമേ ദൈവത്തെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് പുത്രനെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം. ഫിലിപ്പോസെ, ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ആയിരുന്നിട്ട് നീ കണ്ടില്ലേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഈ വചനങ്ങളൊക്കെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ധ്യാനിച്ചു പോകുന്നത്. നമുക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാകണം, പരിശുദ്ധ തൃത്വത്തോട് കൂട്ടായ്മ ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ നന്നായി ഈ വചനങ്ങളെ ധ്യാനിക്കണം, ഈ വചനമനുസരിച്ച് ജീവിക്കണം. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ സമയത്തെ ശുശ്രൂഷ ഞങ്ങൾക്ക് വലിയ കൃപയുടെ നിദാനമായി തീരുവാൻ, കൃപയുടെ കലവറയായി തീരുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. വചനം കേട്ട് ധ്യാനിച്ച് വിശുദ്ധീകരണം പ്രാപിക്കുവാനിടയാകണമേ. കഴിഞ്ഞകാല തിന്മയുടെ സ്വഭാവങ്ങളിതെല്ലാം പൂർണ്ണമായി മാറി നന്മയുടെ സ്വഭാവമായി ദൈവിക പൂർണ്ണതയിലേക്ക് അടിവെച്ച് മുന്നേറുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ വലിയ മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടാകണമേ. സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മോശയെപ്പോലെ, യേശുക്രിസ്തുവിനെ പോലെ ധീരതയോടെ സത്യദൈവത്തെ ആരാധിക്കുവാനും പ്രഘോഷിക്കുവാനും കൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലവും ഞങ്ങൾക്കായി കാൽവരിയിൽ ജീവനെ വെച്ച് ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും, അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ആ ദിവ്യ സ്വഭാവം നമ്മളിൽ പൂർണ്ണമാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല, എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും, അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. അപ്പോൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതൊരു പ്രധാന ഭാഗമാണ്. ദൈവത്തെ നമ്മൾ ആൾരൂപത്തിലല്ല കാണുന്നത്, ദൈവത്തെ നമ്മൾ ശബ്ദത്തിലല്ല കാണുന്നത്, ദൈവത്തെ നമ്മൾ മറ്റൊരടയാളത്തിലൂടെയല്ല കാണുന്നത്.
ദൈവത്തെ നമ്മൾ വിശ്വാസത്താൽ പരസ്പരം മനുഷ്യർ തമ്മിൽ സ്നേഹിക്കുകയും ലോകത്തുള്ള ഭൗതിക സമ്പത്തുകളെക്കാളൊക്കെ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രമാണത്തിൽ പറയുന്ന പോലെ ഒന്ന്, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക. 2, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ ഒരു തിരിച്ചറിവോടുകൂടി നാം ആയിരിക്കുമ്പോൾ നമ്മിൽ ദൈവ സ്വഭാവം പൂർണ്ണമാകുന്നു എന്നാണ്. അതിന് നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പൂർണ്ണ രൂപം കൈവരിക്കേണ്ടതുണ്ട്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ഒരാൾക്ക് ദൈവത്തെ അറിയുവാനും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും സാധിക്കണമെങ്കിൽ അയാളുടെ ചിന്തയിൽ ദൈവിക ജ്ഞാനം നിറയണം. ഹല്ലേലൂയ. ശലോമോൻ രാജാവ്, ദാവീദിൻ്റെ മകൻ, ചെറുപ്രായക്കാരൻ ദൈവത്തോട് ചോദിച്ചു, എൻ്റെ അപ്പനെ ഓർത്ത് അങ്ങെനിക്ക് ഈ രാജ്യഭാരം എന്നെ ഏൽപ്പിച്ചു, എന്നാൽ എനിക്ക് ജനത്തെ നയിക്കാനുള്ള അറിവോ കഴിവോ ഒന്നുമില്ല. അങ്ങെനിക്ക് ഈ ജനത്തെ നയിക്കാൻ വേണ്ട ജ്ഞാനം തരണമെന്ന് പ്രാർത്ഥിച്ചു. ദൈവം അവനോട് പറഞ്ഞു, നീ സമ്പത്തോ മറ്റൊന്നും എന്നോട് ചോദിക്കാതെ ജ്ഞാനം ചോദിച്ചതുകൊണ്ട് ഞാനത് നിനക്ക് ധാരാളമായി തരുന്നു എന്ന് പറഞ്ഞു. മാത്രമല്ല സമ്പത്തും അവന് കൊടുത്തു, സൗഭാഗ്യങ്ങൾ കൊടുത്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബുദ്ധിയുടെ തലത്തിലുള്ള അറിവും പഠിത്തങ്ങളും മാത്രം പോരാ, ദൈവിക ജ്ഞാനം കൊണ്ട് നിറയണം. ബുദ്ധി മാറ്റിവെക്കണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് ബുദ്ധിപരമായി പ്രവർത്തിക്കാൻ കഴിയും, ഒത്തിരി അറിവ് എനിക്കുണ്ട്, ഞാൻ ഗമാലിയേലിൻ്റെ ശിഷ്യനാണ്, എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഞാൻ എല്ലാം പാരമ്പര്യങ്ങളും ദൈവിക നിയമങ്ങളും അനുഷ്ഠിച്ചു വരുന്നവരാണ്, ആത്മീയതയിലും ഭൗതികതയിലും എനിക്കൊരുപാട് അറിവും ബുദ്ധിയുണ്ടെന്ന് പൗലോസ് പറഞ്ഞു. എന്നിട്ട് പൗലോസ് കൂട്ടി ചേർത്ത് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ എൻ്റെ സകല സൗഭാഗ്യങ്ങളും ഞാൻ ഉച്ഛിഷ്ടം പോലെ കരുതുന്നു എന്ന് ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ എഴുതി വച്ചിരിക്കുകയാണ്. പൗലോസ് ശ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾക്കത് വായിക്കുവാനായിട്ട് കഴിയും. പൗലോസ് ശ്ലീഹ പറയുന്നു, എനിക്ക് ക്രിസ്തുവിനെക്കുറിച്ച് ഒത്തിരി അനുഗ്രഹങ്ങൾ പറയുവാനുണ്ട്. ഫിലിപ്പിയർ ലേഖനം 3:8, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും ഞാൻ നഷ്ടമായി തന്നെ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രയും. പ്രിയമുള്ളവരെ, നമുക്ക് ബുദ്ധിയും അറിവൊക്കെ ആവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ദൈവിക ജ്ഞാനം ചിന്തയിൽ നിറയണം. സോളമൻ്റെ രാജ്യഭരണകാലത്ത് ഒരു കുഞ്ഞിനെ കൊണ്ട് 2 അമ്മമാർ വന്ന് നമ്മൾ ബൈബിൾ വായിക്കുന്നില്ലേ? 2 പേരും അതിൻ്റെ അവകാശം പറഞ്ഞു. ഈ കുഞ്ഞ് ഒരമ്മ മറ്റേ അമ്മയിൽ നിന്ന് തട്ടിയെടുത്താണെന്ന് 2 പേരും അവകാശം പറഞ്ഞു. സോളമൻ്റെ ജ്ഞാനം ഉപയോഗിച്ചു സോളമനോട് തീർപ്പ് കൽപ്പിച്ചു.
ഈ കുഞ്ഞിനെ രണ്ടായി പങ്കിട്ട് അമ്മമാർക്ക് കൊടുക്കുക. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഞാനിങ്ങനെ ഒരു സംഭവത്തെ കാണുകയാണ്. ഒരു മൃതശരീരത്തിന് പലരും അവകാശപ്പെട്ടപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ഒരു മാന്യ അദ്ദേഹത്തിന് സംശയം ചോദിക്കുകയാണ്. ഈ കേസ് കോടതി ചെല്ലുമ്പോൾ ഇതിൻ്റെ അവകാശം പറയുന്നവർക്ക് ഓരോരുത്തർക്കും ഇത് കട്ട് ചെയ്ത് കൊടുക്കുമോ എന്നാണ് ചോദ്യം. അതൊരു പ്രധാന ചോദ്യം തന്നെയാണ്. സോളമൻ്റെ അടുത്ത് ഇങ്ങനെ ഒരവകാശം പറഞ്ഞു വന്നപ്പോൾ സോളമൻ പറഞ്ഞു ഇത് കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരമ്മ പറഞ്ഞു അതങ്ങനെ തന്നെ ചെയ്യണം, രണ്ടുപേർക്കും വേണ്ട എന്ന് പറഞ്ഞു. ഒരു സ്ത്രീ പറഞ്ഞു യജമാനനെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഈ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തുകൊള്ളുക, എനിക്ക് എൻ്റെ കൺമുമ്പിൽ കാണാമല്ലോ എന്ന് പറഞ്ഞു. സോളമൻ പടയാളി വിളിച്ചിട്ട് പറഞ്ഞു ആ കുഞ്ഞിനെ രണ്ടാമത് പറഞ്ഞ സ്ത്രീയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. ആ സ്ത്രീയാണ് യഥാർത്ഥ അമ്മ എന്ന് പറഞ്ഞു. ഇതാണ് ദൈവിക ജ്ഞാനം. ശരിയായത് കണ്ടുപിടിക്കാൻ ദൈവത്തിൻ്റെ ജ്ഞാനത്തിനെ സാധിക്കുള്ളൂ. അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിലുള്ളതാണ്. ആ ജ്ഞാനമെന്ന് പറയുന്നതാണ് ദൈവ സ്വഭാവം. ആ ജ്ഞാനം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഏദൻ തോട്ടത്തിൽ ഹവ്വ ഈ ജ്ഞാനം സ്വീകരിച്ചില്ല, അറിവ് സ്വീകരിച്ചു. അറിവ് സ്വീകരിച്ചപ്പോൾ അവൾ കാണാൻ കഴിയുന്നതും കാണാൻ കൗതുകമുള്ളതും അറിവേകാൻ കഴിയുന്നതുമാണെന്ന് കണ്ടിട്ട് ആ പഴം പറിച്ചു തന്നു, ഭർത്താവിനും കൊടുത്തു. എൻ്റെ പ്രിയമുള്ളവരെ, പല അറിവുകളും നമ്മൾ ദൈവ സ്വഭാവത്തിൽ നിന്ന് അകറ്റിക്കളയും. എന്നാൽ ദൈവിക ജ്ഞാനം ഒരിക്കലും ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നമ്മൾ അകറ്റുകയില്ല. അപ്പം നമുക്ക് ദൈവം അവൻ്റെ ജ്ഞാനം നൽകിയിരിക്കുകയാണ്. രണ്ടാമത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ നൽകിയിരിക്കുന്ന ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്, നിർമ്മല ഹൃദയം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 25-26 തിരുവചനങ്ങൾ. ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും, നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. എസെക്കിയേൽ പ്രവചനം 36-ാമത്തെ അധ്യായത്തിൻ്റെ 25-26 വചനങ്ങൾ. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. ഒരു ഹൃദയത്തിൻ്റെ വിശുദ്ധി നമ്മളിൽ ദൈവം തരും. ഞാൻ ശുദ്ധജലം കൊണ്ടുവന്ന് നിങ്ങളെ തളിക്കും, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും എല്ലാ വിഗ്രഹങ്ങളും ഞാൻ നിങ്ങളെ നിർമ്മലമാക്കും, പുതിയ ഹൃദയം നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരു ഹൃദയവിശുദ്ധി ദൈവത്തോട് നമ്മൾ ചോദിക്കണം. ദൈവത്തിൻ്റെ സ്വഭാവമാണ് അത്, നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയവരെല്ലാം തിരിച്ചു ചോദിക്കുക, കുറച്ചുള്ളവരെ കൂട്ടിത്തരാൻ ദൈവത്തോട് പറയുക. മൂന്നാമത്തെ ദൈവ സ്വഭാവം എന്ന് പറയുന്ന, പ്രിയമുള്ളവരെ, നീതിബോധമാണ്, സമത്വം, നീതിബോധം.
മത്തായി 6:33 മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരും. ഈ വചനങ്ങളൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച, ഈ വചനങ്ങളൊക്കെയും ധ്യാനിച്ച അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവർ ആദ്യം അവരുടെ കൂട്ടായ്മയിൽ രൂപപ്പെടുത്തിയത് നീതിയാണ്. അവർക്ക് കൂട്ടായ്മ ഉണ്ടായത് തന്നെ നീതിയിലൂടെയാണ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 37-ാമത്തെ വാക്യം, പത്രോസിനോട് അവർ ഹൃദയം നുറുങ്ങി ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിന് എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അതിന് 42-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ അവർ സദാ താല്പര്യപൂർവം പങ്കുചേർന്നു. 44-ാമത്തെ വാക്യം, വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏകമനസ്സോടെ താല്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സമൃദ്ധിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മൂന്നാമത്തെ ദൈവ സ്വഭാവം ഇതാണ്: നീതിബോധം, സമത്വം. ക്രിസ്തുയേശുവിൽ എല്ലാവരും തുല്യരാണെന്നുള്ള അവബോധം. ഇടതുപക്ഷമില്ല, വലതുപക്ഷമില്ല, യേശു ക്രിസ്തുവിൻ്റെ പക്ഷം. സമ്പന്നരുടെ പക്ഷമില്ല, പാവപ്പെട്ടവന്റെ ഭക്ഷണമില്ല. ആരുടെയും പക്ഷത്തല്ല, യേശു ക്രിസ്തുവിൻ്റെ പക്ഷത്ത്, നീതിബോധത്തോടുകൂടിയുള്ള പക്ഷത്ത്. നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് കൊലോസ്യ ലേഖനം 2:3, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. 3 കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. ദൈവ സ്വഭാവം നമ്മളിൽ പ്രകടമാകുന്നത്: 1, ചിന്തയിൽ നമുക്ക് ദൈവിക ജ്ഞാനം കൊണ്ട് നിറയണം. 2, ഹൃദയത്തിൻ്റെ വിശുദ്ധി കൊണ്ട് നമ്മൾ നിറയണം. 3, നീതിബോധം, സമത്വം നമ്മളിൽ നിറയണം. സമന്മാരാണ്, എല്ലാവരും ദൈവമക്കളാണ്. ചേർന്ന വചനങ്ങളൊക്കെയും നിങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ഈ ഭാഗം നിർത്തിട്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടേണ്ടതല്ലേ എന്ന് ചിന്തിക്കാം. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ പങ്കുചേർന്ന് ഈ സമൂഹത്തിനും ഈ നാം അധിവസിക്കുന്ന ഈ ഭൂമിക്കും നമ്മുടെ രാജ്യത്തിനും ഒക്കെ നന്മ ചെയ്ത് നല്ലത് ചെയ്ത് എല്ലാവരെയും, എല്ലാ മനുഷ്യരെയും ഒരുപോലെ ദൈവത്തിൽ സ്നേഹിക്കുവാൻ, ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത നമ്മിൽ കൈവരട്ടെ. ആ സ്നേഹം നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. ആ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമായ യേശു ക്രിസ്തുവിനാൽ നമ്മൾ നയിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൽ തന്നെ, യേശു ക്രിസ്തുവിലൂടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. ഈ കാര്യങ്ങളൊക്കെയും പ്രിയമുള്ളവരെ അനേകർക്ക് നിങ്ങൾ പങ്കുവെക്കുവാൻ, ഈ വചനം എല്ലാവർക്കും കേൾക്കുവാൻ തക്കവണ്ണമുള്ള നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ പങ്കാളിത്തം ഈ ശുശ്രൂഷയിൽ കൈവരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതൊപ്പം തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ കൂട്ടായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ പ്രാർത്ഥനയുടെ പ്രത്യേകത, ഇവിടെ ദരിദ്രരും പണക്കാരനൊന്ന വ്യത്യാസമില്ലാതെ പട്ടിണിപ്പാവങ്ങളായി വഴിയിലൂടെയൊക്കെ ഭിക്ഷയാഴ്ച നടന്നും മാനസികരോഗികളായിട്ടുള്ള മക്കളാണ് കൂടുതൽ സമയം ഇവിടെ പ്രാർത്ഥിക്കുന്നത്. സമൂഹത്തിലെ, സഭയിലെ
ഉന്നതരെന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്നവരും മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്നവരൊക്കെ കൂടിച്ചേർന്ന് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരാലയമാണ്. അതുകൊണ്ട് 100% വിശ്വസ്തയോടെ പറയാൻ കഴിയും, സത്യമായും കർത്താവ് ഇവിടെ ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുവാൻ എളുപ്പമാണ്. നീതിബോധത്തോടെ, ജ്ഞാനത്തോടെ, ഹൃദയവിശുദ്ധിയോടെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കാൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. കൃപയോടെ എല്ലാവരും സ്നേഹത്തിൽ വസിക്കാനിടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.